2-3 ദിവസമായിട്ടുള്ള എന്താ പറയാ എന്തോ സംതിങ് ബിഹൈൻഡ് ദിസ് എന്നുള്ള ഫീലിംഗ് നമുക്ക് വരുന്നത്. ആ ഫീലിംഗ്, ആ ചർച്ച എത്തിയിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ, ജനങ്ങൾ, മലയോര കർഷകർ കൃത്യമായി കേട്ടോ. നിങ്ങൾ ആ ലോജിക്ക് ഞാൻ പറയുന്നത് ആലോചിച്ചോ. ഒരൊറ്റ ആളാണ്, സാക്ഷാൽ പിണറായി വിജയൻ. ഒറ്റ കാര്യമുള്ളൂ, അൻവറിനെ അടുപ്പിക്കരുത്, അൻവറിനെ അടുപ്പിക്കരുത്. ഇടനിലക്കാരാ സംസാരക്കാര്. അടുപ്പിച്ചാൽ എന്താ, അടുപ്പിച്ചാൽ കുഴപ്പം ഒന്ന് നോക്കണല്ലോ. ഒന്ന്, അദ്ദേഹത്തിന് വായ തുറക്കാൻ പറ്റുന്നില്ല പലരും. ഈ അജിത് കുമാറിനെതിരെ ഈ പോരാട്ടം നടത്തിയിട്ട് UDF നേതൃത്വം ആ സമരം ഏറ്റെടുത്തോ? ഈ പോലീസിനെതിരെ നടത്തിയ ഏതെങ്കിലും സമരം ഏറ്റെടുത്തോ? ഇപ്പൊ എന്താ പറയുന്നത്? LDF നേതാക്കന്മാർ അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങളൊന്നും കഴമ്പില്ലാതെ തെളിയിക്കപ്പെടാതെ പോയി. എങ്ങനെ തെളിയിക്കുക? അന്വേഷിക്കുന്നത് ആരാ? പിണറായിന്റെ പോലീസ്. അതിനൊപ്പം നിൽക്കുന്ന പിണറായിന്റെ മറ്റ് പോലീസിലെ വിഭാഗങ്ങൾ, വിജിലൻസ്, ക്രൈംബ്രാഞ്ച്, ഇവരല്ലേ അന്വേഷിക്കുന്നത്. ആ അന്വേഷണം തെളിയിക്കപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തെളിയിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ കോടതിയിൽ പോകാൻ നിൽക്കുകയാണ്, ആ സ്റ്റേജിലാണ് ഇപ്പോൾ അതുള്ളത്. തെളിയിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല, ഈ പറയുന്ന അജിത് കുമാറിനെ DGP ആയി പ്രൊമോട്ട് ചെയ്യാൻ കേരളത്തിൽ നിന്ന് അയച്ച ലിസ്റ്റിൽ ഈ അജിത് കുമാറിന്റെ പേര്, ഞാൻ വിചാരിച്ചു അദ്ദേഹം ഈ വാർത്ത കാണാതെ പോയതായിരിക്കും. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, ശക്തമായി എതിർക്കണം. ഇതൊരു പൊതുവികാരമാണ്. കേരളത്തിലെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന അജിത് കുമാറിന്റെ ഈ വിഷയത്തിലാണ്. പക്ക നമ്പർ 1 ഫ്രോഡ് RSS. നിങ്ങൾ പ്രതികരിക്കണം പ്രതിപക്ഷ നേതാവേ. ഞാൻ ഏറ്റവും പറഞ്ഞു, എവിടെയെങ്കിലും ഒരു സമരങ്ങൾ കണ്ടോ? മിണ്ടിയില്ലല്ലോ. അവരുണ്ട് ഇതിന്റെ പിന്നിൽ. എന്റെ പിന്നിൽ ആ IAS IPS ലോബി ഉണ്ട് സതീശന്റെ കൂടെ. മിണ്ടിയില്ല. 3 ദിവസം കഴിഞ്ഞ് ഈ തോന്നിവാസം മുഴുവൻ ഇവിടെ നടത്തി 40,000-40,000 കേസുകൾ ഓരോ വർഷവും മലപ്പുറം ജില്ലയിലെ മനുഷ്യരുടെ പേരിൽ കള്ളക്കേസെടുത്ത് BJPയെ സന്തോഷിപ്പിച്ച ഇതേ സുജിത് ദാസ്, ഈ കള്ളക്കടത്തിനും കൊലപാതകത്തിനും ബാക്കി നിന്ന സുജിത് ദാസ്, മരം മുറിച്ച സുജിത് ദാസ്, എല്ലാ അന്വേഷണവും തള്ളി അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് വീണ്ടും അതിന്റെ 3-ാമത്തെ ദിവസം വിളിച്ചിരുത്തി. ഈ VD സതീശൻ പ്രതിപക്ഷ നേതാവ് മിണ്ടിയോ? മിണ്ടൂല. അപ്പം ഇതൊരു നെക്സസിന്റെ ഭാഗമാണ്. ഇത് വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ്. പ്രിയപ്പെട്ട വോട്ടർമാർ, നിങ്ങൾ മനസ്സിലാക്കുക, ഒരു കാരണവശാലും PV അൻവർ ഈ പറയുന്ന UDFന്റെ വാതിലടക്കാൻ കിട്ടിയ ചാൻസിൽ തുറക്കാത്തെയും അടക്കാത്തെയും വാതിൽ കൂട്ടിക്കഴിഞ്ഞു. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇനി ഞാൻ സ്വയം കൊലക്ക് നിന്ന് കൊടുക്കണോ? ഒരു ഭാഗത്ത് പിണറായി, ഒരു ഭാഗത്ത് RSS, ഇതുവരെ 2 മൂന്നാമത് VD സതീശൻ. ഈ 3 കത്രിക പൂട്ടിന്റെ അകത്ത് കഴുത്ത് വെച്ച് കൊടുക്കണോ? പിണറായി സത്തെ അവിടെ വിജയിപ്പിക്കണോ? അതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ ക്വസ്റ്റ്യൻ. അത് നിലമ്പൂരിലെ ജനങ്ങൾ തീരുമാനിക്കും.